പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞൊരു സംഗതിയാണ്, നിങ്ങളിതാ ആവർത്തിച്ച് സത്യം ചെയ്ത് ആണയിട്ട് ഞാൻ പറയുന്നത് സത്യമാണ്, സത്യമാണ്, എൻ്റെ അടുക്കൽ തെളിവുണ്ട് എന്നിങ്ങനെ പറയുന്ന നിന്ദ്യരായ ചില ആളുകളുണ്ട്. അവരുടെ സത്യം കേട്ടും ആണയിട്ട് പറയല് കേട്ടും നിങ്ങൾ അനുസരിച്ചു പോകരുത്. അവരുടെ സ്വഭാവം എന്താണ്? മറ്റുള്ളവരെ കുത്തിപ്പറയലും മറ്റുള്ളവരെ കുറ്റം പറയലും അതിന്റെ പുറമെ ഏഷണി പറഞ്ഞ് പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കലും. പൊന്മളുസ്താദ് അങ്ങനെ പറഞ്ഞു, അതുപോലെ തന്നെ ഹസനി ഇങ്ങനെ പറഞ്ഞു, സഖാഫി ഇങ്ങനെ പറഞ്ഞു, പേരോട് ഇങ്ങനെ പറഞ്ഞു, അസ്ഹരി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ് പരസ്പരം തെറ്റിക്കുന്ന നമീമത്തുമായി നടക്കുന്ന കക്ഷികൾ, അവരെ നിങ്ങൾ അനുസരിച്ചു പോകരുത്, അംഗീകരിച്ചു പോകരുത്. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, ഖൈറായ കാര്യങ്ങളെ തടയുന്നവരാണ് അവർ. മർക്കസു സഖാഫത്തി സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന സാധുക്കളായ എന്നെ പോലുള്ള എത്രയോ പ്രവർത്തകന്മാർ നടത്തുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ നടത്തുന്ന സഖാഫികളെയും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നിറങ്ങുന്ന ബിരുദധാരികളും അല്ലാത്തവരുമായ പണ്ഡിതന്മാരെയും നേതാക്കളെയും തെറ്റിദ്ധരിപ്പിക്കാനും എന്നിട്ട് ഖൈറായ പ്രവർത്തനത്തിന് വരുന്ന കക്ഷികൾ, അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക് മുക്കിയ വെള്ളം കുടിക്കലാണെങ്കിലും ശരി, അതൊക്കെയും ഖൈറാണ്. ആ ഖൈറായ കാര്യങ്ങളെ തടയാൻ വേണ്ടി വരുന്ന മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, ഖൈറായ കാര്യങ്ങളെ തടയാൻ വരുന്ന ഇത്തരം നമീമത്തുകാർ, ഏഷണിക്കാർ, അവര് സർവ്വ അതിർവരമ്പുകളും വിട്ടുകടന്നിരിക്കുകയാണ്. ഒരു വിവരവുമില്ലാത്തവൻ, അറബി ഭാഷയിൽ വായിക്കാൻ അറിയാത്തത് കൊണ്ട് മലയാളത്തിൽ അറബി എഴുതിയിട്ട് വായിച്ചു പഠിച്ച ഇൽമും കൊണ്ട് അതാ 40 ആലിമീങ്ങളെ വെല്ലുവിളിക്കാൻ വരുന്നവൻ അസീം, നല്ല സ്നേഹത്തോടെ വിളിച്ചു ഉപദേശിക്കാൻ വേണ്ടി നസീഹത്ത് ഉദ്ദേശിച്ച് വിളിച്ച ഉപദേശം പോലും ചോർത്തിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന വൈദത്തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയും, വൈദത്തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചന നടത്തും, വൈദാ ബഅദ അഖ്ലഫ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കും, പുറത്ത് പറയൂല എന്ന് പറഞ്ഞാൽ പുറത്ത് പറയും, അതേ പിടിക്കൂല എന്ന് പറഞ്ഞാൽ പിടിക്കും, പരസ്പരം തെറ്റിയാൽ തോന്നിവാസം പറയും, ഏത് തോന്നിവാസവും പറയും, ഏത് കള്ളസാക്ഷിയും പറയും. ഈ വിധത്തിൽ കപട വിശ്വാസികൾക്ക് പറഞ്ഞ സർവലക്ഷണങ്ങളും ഒത്തടങ്ങിയ നിലക്ക് ജീവിക്കുന്ന ഏതെങ്കിലും ചതിയന്മാരുണ്ടെങ്കിൽ, ഏഷണിക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടു പോകരുതേ, അവരെ വാക്ക് സ്വീകരിച്ചു പോകരുതേ. ഓ മുസ്ലിമീങ്ങളെ, എസ്കക്കാരും അതുപോലെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം ഖുർആൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മസലുൽ ഫരീഖൈനി കൽ അഅ്മാ വൽ അസമ്മി വൽ ബസീരി വസ്സമീ ഹൽ യസ്തവിയാനി മസലാ അഫലാ തദക്കറൂൻ. രണ്ട് പാർട്ടികൾ തുല്യമാണോ? ആ രണ്ട് പാർട്ടികളുടെ ഉദാഹരണം, ഒരു പാർട്ടി അന്ധതയുള്ളവരാണ്, കേൾക്കേണ്ടത് കേൾക്കാത്തവരാണ്, അതേ അതിങ്ങനെ ഒരു കക്ഷിയാണ്. മറ്റേ കക്ഷിയോ നല്ല ബോധമുള്ളവരാണ്, കേൾക്കേണ്ടത് കേട്ട് മനസ്സിലാക്കുന്നവരാണ്. ഹൽ യസ്തവിയാനി മസലാ, രണ്ട് കക്ഷിയും തുല്യമാകുമോ? അഫലാ തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകുന്നില്ലേ? ഖുർആനിന്റെ ഈ ചോദ്യം ഞാൻ സമൂഹത്തിന്റെ മുന്നിലിടുന്നു. ഞങ്ങളുടെ പണ്ഡിത സംഘടനയും പോഷക ഘടകങ്ങളും അത് മുഴുവനും ബസീറത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്, ബോധത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ആ ബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സംഘടന പോലെയല്ല ശുദ്ധമായ കളവുകൾ മാത്രം പറഞ്ഞ് പ്രവർത്തിക്കുന്ന മറുകക്ഷി
കക്ഷി എന്നതുകൊണ്ട് തന്നെ തെളിവില്ലാത്തതല്ല പ്രശ്നം, തെളിവൊന്നും തന്നെ അവർ ചെവിക്കൊള്ളുന്നില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ തെളിവ് സ്വീകരിക്കാത്തവരെ കുറിച്ച്, സഅസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈറിൽ ഹഖ്, സത്യം കൂടെയില്ലാതെ അവകാശമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് നമ്മുടെ തെളിവുകൾ കണ്ടെത്താൻ സാധ്യമല്ല. സർവ തെളിവും അവര് കണ്ടാൽ തന്നെ അവര് വിശ്വസിക്കൂല. സന്മാർഗം അവര് കണ്ടാലും അവരത് അംഗീകരിക്കൂല, അത് ആ വഴിയിൽ അവര് വരൂല. പിഴച്ച വഴി കണ്ടാൽ അത് മാർഗമായി അവര് സ്വീകരിക്കും. അതവരുടെ സ്വഭാവമാണ്. നമ്മുടെ തെളിവുകൾ കൊണ്ട് അവർ കളവാക്കിയതാണ് അത് സംഭവിക്കാൻ കാരണം. അവരതിൽ നിന്നൊക്കെ അശ്രദ്ധരായി മാറിപ്പോയി. വല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകൾ കൊണ്ട് കളവാക്കുന്നവർ, വലിഖാഇൽ ആഖിറ, ആഖിറമുണ്ടെന്ന ബോധമില്ലാതെ ജീവിക്കുന്നവർ, ഹബിതത് അഅമാലുഹും, അവരുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞുപോയി. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമല്ലാതെ നൽകപ്പെടുമോ? അതുകൊണ്ട് അല്ലാഹനെ ഭയപ്പെടാതെയുള്ള പ്രവർത്തനം നിർത്തണേ എസ്കക്കാരാ. പടച്ചവൻ കാണുന്നു എന്ന ബോധമില്ലാതെ നടത്തുന്ന വഞ്ചന നിർത്തണേ ചെറുപ്പക്കാരാ. യസ്തഗ്ഫൂന മിനന്നാസി വലാ യസ്തഗ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ. ജനങ്ങൾ അറിയുന്നതിന് വലിയ പേടിയുണ്ട്, അല്ലാഹ് അറിയുന്നതിന് പേടിയില്ല. അങ്ങനെ സംസാരിക്കുന്നവരില്ലേ, അല്ലാഹ് അവരുടെ കൂടെയില്ലേ. ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ, നേതാക്കന്മാരെ പറ്റിയും അതുപോലെ ഷഹർ മുബാറക്കിനെ പറ്റിയും അതാ നേതാക്കളെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാത്ത, സംഘടനാ പ്രവർത്തകരുടെ മുമ്പിൽ പറയാൻ ധൈര്യമില്ലാത്ത സംഗതി അല്ലാഹ് കേൾക്കുന്നു എന്ന ബോധമില്ലാതെ സംസാരിച്ചവരില്ലേ. അല്ലാഹു തആല സർവ്വ വിഷയങ്ങളും അറിയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരാളും തെറ്റിപ്പോകണ്ട. നേതാക്കളും പിഴക്കരുത്, അതുപോലെ അനുയായികളും പിഴക്കരുത്. വിധങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് ഇഖ്ലാസോടെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ താജുൽ ഉലമക്കും ഖമറുൽ ഉലമക്കും അവരെ പിന്തുടരുന്ന പ്രവർത്തകരായ ഞങ്ങൾക്കും ഒരു ചുക്കും ചെയ്യാൻ ഇവിടെ ഒരു ശത്രുവിനും സാധ്യമല്ല. ഇക്കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹുവേ, ഹഖ് ഹഖായി മനസ്സിലാക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ഇവിടെ പേരോട് ഉസ്താദ് സത്യസന്ധനാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ ചെറുപ്പക്കാരൻ അല്ലാഹു അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ, തൗബ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കട്ടെ. നമുക്ക് ശഫഖത്തില്ലാതിരിക്കാൻ പറ്റൂല. എല്ലാവരും നമ്മളെ ചീത്ത പറഞ്ഞവരോടും നമ്മളെ കുറ്റം പറഞ്ഞവരോടും കല്ലെറിഞ്ഞവരോടൊക്കെ ശഫഖത്ത് വേണം. അവരൊക്കെ രക്ഷപ്പെടണമെന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോടും വ്യക്തിപരമായി എനിക്കൊന്നുമില്ല. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് സുന്നത്ത് ജമാഅത്ത് പറയാനും പ്രവർത്തിക്കാനും ലോകത്ത് തുല്യതയില്ലാത്ത സംഘടനയാണ് താജുൽ ഉലമ പ്രസിഡന്റും ഖമറുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഒരു സെനത് വ്യാജമായി ഉണ്ടാക്കിയ ആളാണെന്ന് പറഞ്ഞ് ഈ സംഘടന തകർക്കാൻ, ഈ പ്രസ്ഥാനം തകർക്കാൻ കാച്ചകെട്ടി ഇറങ്ങിയത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഓരോന്നോരോന്ന് കേൾപ്പിച്ച് ഓരോറ്റ തെളിവും അവന്റെ കൈവശത്തിലില്ലെന്നും അവൻ പറഞ്ഞതിനൊന്നും ഒരു തെളിവും അവന്റെ കൈവശത്തിലില്ലെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി
ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ പേര് പരമാവധി പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന്റെ CD-യിൽ അയാളെ പേരുള്ളതിന് ഞാൻ ഉത്തരവാദിയല്ല. അദ്ദേഹം കേൾപ്പിക്കുന്ന CD-യിൽ വേറെ ചിലരുടെ പേരുള്ളതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ആരുടെയും പേര് പറയൽ എന്റെ ലക്ഷ്യം അല്ല, വിഷയം പറയൽ മാത്രമാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, ഈ SKയുടെ വലയിൽ കുടുങ്ങി നിങ്ങളാരും നിങ്ങളെ ഈമാൻ നശിപ്പിക്കരുത്, നിങ്ങൾ ആലിമീങ്ങളെ ഗീബത്ത് പറയരുത്, ആലിമീങ്ങളെ കുറ്റം പറയരുത്, നിങ്ങളെ ഈമാൻ നിങ്ങൾ ഊരിക്കളയരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ചെറുപ്പക്കാരനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കുമാറാകട്ടെ. അതുപോലെ SKയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് കൊടുത്ത് നന്നാക്കുമാറാകട്ടെ. നന്നാകല്ലേ വേണ്ടത്, വർക്കാണെന്ന് നമുക്കാർക്കും ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തകന്മാരോട് പറയുന്നു, ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ചെണ്ടയും മുട്ടിയിട്ട് SKക്കാരൻ വരും, അതിനോട് തുടർന്ന് പിന്നെ മുജാഹിദ് വരും. കാരണം SKക്കാരൻ പറഞ്ഞാൽ പിന്നെ മുജാഹിദ് വരും, പിന്നെ ജമാഅത്തുകാരൻ വരും. എന്നിട്ട് ഇങ്ങനെ ഒരു മുടിയുടെ ചർച്ചയും കൊണ്ട് ഇങ്ങനെ ലോകത്താകെ സമയം പോക്കും. ഇവിടെ നമുക്ക് വേറെ പണിയുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ എല്ലാവർക്കും മനസ്സിലാകേണ്ട വിധത്തില് ഓരോന്നോരോന്നായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്നതിന് പകരം അത്യാവശ്യമുള്ള സ്ഥലത്ത് ഈ CD ഇറങ്ങുമ്പോൾ ഈ CD വെച്ച് കേൾപ്പിക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് തോന്നിയാൽ അവർക്ക് കേൾപ്പിക്കാൻ ശ്രമിക്കുക. വീടുകളിലൊക്കെ ഈ CD എത്തിക്കുക. എന്നിട്ട് വീട്ടിലുള്ളവർ കേട്ടോട്ടെ. റോട്ടും വലിട്ട് ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് നടുറോട്ടിലിട്ടുകൊണ്ടുള്ള ചർച്ച ഇനിയും ഉണ്ടാക്കാൻ നിങ്ങളാരും കാരണക്കാരാകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അത്യാവശ്യമുള്ള സ്ഥലത്ത് ഈ CD ഇറങ്ങുമ്പോൾ ഈ CD വെച്ച് കേൾപ്പിക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് തോന്നിയാൽ അവർക്ക് കേൾപ്പിക്കാൻ ശ്രമിക്കുക. വീടുകളിലൊക്കെ ഈ CD എത്തിക്കുക. എന്നിട്ട് വീട്ടിലുള്ളവർ കേട്ടോട്ടെ. റോട്ടും വലിട്ട് ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് നടുറോട്ടിലിട്ടുകൊണ്ടുള്ള ചർച്ച ഇനിയും ഉണ്ടാക്കാൻ നിങ്ങളാരും കാരണക്കാരാകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഞാൻ ആദ്യം ഈ SKക്കാര് ശഅർ മുബാറക്കിനെതിരെ സംസാരിച്ചപ്പോ അതിന്റെ പുറമെ ജമാഅത്ത് ഇസ്ലാമി സംസാരിച്ചു, മുജാഹിദ് സംസാരിച്ചു. അതുപോലെ തന്നെ ഇവിടെ തേജസ് പത്രത്തിൽ കേവല സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് എഴുതി. ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ റോട്ടും വലിട്ടിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ആരും കാണാത്ത ഒരു പറമ്പ് കൊണ്ടുപോയിട്ട് അവിടുന്ന് പ്രസംഗിച്ചിട്ടാണ് ഞാൻ CD ഇറക്കിയത്. എന്തുകൊണ്ട് ഇത് റോട്ടും വലിട്ട് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടക്കത്തിലേ ഇതേ ആശയക്കാരനാണ്. പക്ഷേ പിന്നീട് റോട്ടും വലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്നത് കണ്ടപ്പോൾ റോട്ടും വെച്ച് തന്നെ ഞാൻ പിന്നീട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പറയേണ്ടതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോ ഇനി നമ്മൾ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കരുത് എന്നാണ് സംഘടന തീരുമാനിച്ചത്. കാരണം അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നിരീശ്വരവാദികളടക്കം എല്ലാ റോട്ടുമ്പിൽ വെച്ച് സംസാരിക്കുന്നു. അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൊണ്ടാണ്, മഹബത്ത് കൊണ്ടാണ്, ഇക്റാം കൊണ്ടാണ്. അല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് സംശയം ഉണ്ടായിട്ടല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പ്രതിരോധ നിര ഉണ്ടാക്കുന്നതിൽ ഒരിക്കലും പിന്നോട്ട് പോകുന്നതല്ല. അത് മരിച്ച് കഷ്ണം കഷ്ണമാക്കി നുറുക്കിപ്പോയാലും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിക്കും, തങ്ങൾക്ക് വേണ്ടി മരിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പ്രതിരോധ നിര ഉണ്ടാക്കുന്നതിൽ ഒരിക്കലും പിന്നോട്ട് പോകുന്നതല്ല. അത് മരിച്ച് കഷ്ണം കഷ്ണമാക്കി നുറുക്കിപ്പോയാലും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവിക്കും, തങ്ങൾക്ക് വേണ്ടി മരിക്കും.